സംഭവം അധ്യായം 1 എന്ന ഫിലിം കണ്ടിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. സോ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടൈം ലൂപ്പ് ഫിലിം കേട്ടോ. നമ്മൾ ഒരുപാട് ടൈം ലൂപ്പ് ഫിലിംസ് കണ്ടിട്ടുണ്ടായിരുന്നാൽ പോലും ഇത് കുറച്ചുകൂടെ ഒരു ഫ്രഷ്നെസ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെ ഒരു ടൈം ലൂപ്പ് മൂവി ആയിരുന്നു. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ തിയേറ്ററിനകത്ത് കയറി തുടക്കം മുതൽ അവസാനം വരെ തന്നെ നമ്മളൊരു എന്താ പറയുക വേറൊരു കാടിനകത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് നമ്മളങ്ങ് പ്ലേസ് ചെയ്ത് വെച്ചൊരു ക്യാരക്ടറായിട്ട് വെച്ച് നമ്മളെ കൊണ്ട് ഇങ്ങനെ കാണിപ്പിക്കാനായിട്ട് അവസാനം ഈ പടം തുടക്കം തൊട്ട് ഇതിൻ്റെ ഇടവേളയാവുന്ന തൊട്ട് ഇതിൻ്റെ അവസാനം വരെ നമ്മളെ അതിലങ്ങ് പിടിച്ചിരുത്തുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. സോ എന്തായാലും ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ജിത്തു ആണ് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ പടം കൺസീവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാടിൻ്റെ വിഷ്വൽസ് ആയാലും പിന്നെ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതായാലും ഒരു എന്താ പറയുക പഴയ ഒരു കാലത്തെ ഒരു കൺസെപ്റ്റ് അതെങ്ങനെ നമ്മുടെ ഈ ഒരു യഥാർത്ഥമായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അതിനൊരു ഒരു എന്തുമാത്രം ഒരു ഒരു റിയാലിറ്റി ഉണ്ടെന്നുള്ള ആ ഒരു ഇതും കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരു ഫാൻറ്റസി എലമെൻറ്റിനെ എങ്ങനെ ഒരു മിസ്റ്ററിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു രീതിയും പുള്ളി പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രില്യൻ്റ് ആയിട്ട് ഡയറക്ഷൻ ആയാലും ഇതിൻ്റെ ക്യാമറ വർക്ക് ടെക്നിക്കലി ഇറ്റ്സ് ടു ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കാടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സെറ്റും ആ ഒരു കൺസെപ്റ്റും എല്ലാം ബ്രില്യൻ്റ് ആയിരുന്നു. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇനി കാണാനിരിക്കുന്നവർക്കും അതൊരു എന്താ പറയുക അത് ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് കാണാൻ തോന്നാത്തൊരു സിറ്റുവേഷൻ ആവും. സോ അതിൻ്റെ അതൊന്നും സസ്പെൻസ് ഒന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. പക്ഷേ ബ്രില്യൻ്റ് ആയിരുന്നു കേട്ടോ. ഓരോ കാലഘട്ടവും അവർ ആ ഒരു രീതിയിലോട്ട് ലൂപ്പ് ചെയ്തെടുക്കുന്നത് ഒരു ലൂപ്പിൽ അകപ്പെട്ട് പോയ കണക്കുള്ള ഒരു സെയിം സ്റ്റോറി തന്നെയാണ് കേട്ടോ. സോ ബ്രില്യൻ്റ് ഒന്നും പറയാനില്ല. ഇത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് ഫിലിംസൊക്കെ കണ്ടുവരുന്നവർക്കും അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കും ഒരു അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തെ കാണുന്ന ആൾക്കാർക്കുമേ ഈ പടം ഇഷ്ടപ്പെടുകയുള്ളൂ. ഒരു മിസ്റ്ററി ഫാൻറ്റസി ഹൊറർ ത്രില്ലറാണ്. അസ്കർ അലി ബ്രില്യൻ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ മറ്റ് പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്റർ ആയിട്ടുള്ളൊരു അഭിനയമായിരുന്നു. ആസിഫിൻ്റെ ചില ന്യൂആൻസസ് ഒക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും എല്ലാം ബ്രില്യൻ്റ് ആയിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആക്ടേഴ്സ് ഒരുവിധമൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ ചില ആക്ടേഴ്സിനൊക്കെ എനിക്ക് മിസ്കാസ്റ്റ് ആയിട്ട് തോന്നി. എന്നാലും പക്ഷേ ബ്രില്യൻ്റ് ആയിരുന്നു കേട്ടോ. ബ്രില്യൻ്റ് ഫിലിം ഒന്നും പറയാനില്ല. നിങ്ങളിത് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അത് നല്ലൊരു കിടിലം വൈബുള്ള ഒരു ഡോൾബി ഫിലിം അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ഇതിൽ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്തായാലും അടുത്ത അധ്യായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ബൈ.